ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ PSCയുടെ HSC ലാബ് അസിസ്റ്റന്റിന്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്ന കാര്യം നമ്മൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ മെസ്സേജ് വന്ന ജില്ലയെപ്പറ്റിയും മറ്റു കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. ഇപ്പോൾ മറ്റ് ചില ജില്ലകളിലും ഇപ്പോൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഏതൊക്കെയാണ് അവന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനുമുമ്പ് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ദയവ് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. നമ്മൾക്ക് 1K സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിക്കാൻ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന്, അതായത് ഈ വീഡിയോ ഉപകാരപ്പെടാൻ സാധ്യതയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, നമ്മുടെ കാറ്റഗറി നമ്പർ 447/2023 HSC ലാബ് അസിസ്റ്റന്റിന്റെ എക്സാം എഴുതിയ മലപ്പുറം ജില്ലയിലെ ഉദ്യോഗാർത്ഥികൾക്ക് ഓൾറെഡി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ കാര്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതുകൂടാതെ ഇപ്പോൾ തൃശ്ശൂർ, കോഴിക്കോട്, വയനാട് എന്നീ ജില്ലയിലെ എക്സാം എഴുതിയ ഉദ്യോഗാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റ് അപ്ലോഡിൻ്റെ മെസ്സേജ് വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് അത്തരത്തിൽ മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സമയം കളയാതെ അതിൽ പറയുന്ന രീതിയിൽ സർട്ടിഫിക്കറ്റും മറ്റു കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുക. കൂടാതെ നിങ്ങൾക്ക് അത്തരത്തിൽ മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മാർക്കും അതുപോലെ നിങ്ങൾ ഏത് ജില്ലയിലാണോ എക്സാം എഴുതിയതും നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. കാരണം ഇത് കാണുന്ന മറ്റുള്ളവർക്ക് അത് ഒരു ഉപകാരമായിരിക്കും. ബാക്കിയുള്ള ജില്ലകളിലെ മെസ്സേജും ഉടനെ തന്നെ വരുന്നതായിരിക്കും. ഇപ്പോൾ കുറേ 2-3 ജില്ലയുടെ ഇപ്പോൾ വന്നതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ജില്ലകളുടെ മെസ്സേജും ഇനി വരുന്ന ദിവസങ്ങൾ, അതായത് ഇന്നോ നാളെ ആയിട്ട് തന്നെ ആ ഒരു മെസ്സേജും വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇടയ്ക്ക് നിങ്ങളുടെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ്, ഇപ്പോഴും കുറേ പേര് ഡൗട്ട് ചോദിക്കുന്നുണ്ട്. അതായത് മെസ്സേജ് വന്നു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡിൻ്റെ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റിൽ വന്നു എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും ചോദിച്ചിരുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, PSC ഇത്തരത്തിൽ മെസ്സേജ് അയക്കുന്നത് നമ്മുടെ ഷോർട്ട് ലിസ്റ്റിൽ വരാൻ സാധ്യതയുള്ളവർക്കാണ്. അതായത് PSC ഒരു 200 പേരൊക്കെ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ PSC ഒരു 220 പേർക്കൊക്കെ നമ്മുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് അയക്കും. അതുകൊണ്ട് മെസ്സേജ് ലഭിച്ച ഒരു ഷോർട്ട് ലിസ്റ്റിൽ വരാൻ സാധ്യതയുണ്ട് നമുക്ക് പറയാം. എന്ന് വെച്ചിട്ട് ഒരിക്കലും മെസ്സേജ് വന്ന ആൾ ഷോർട്ട് ലിസ്റ്റിൽ ഉറപ്പായിട്ടും വരുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ മെസ്സേജ് വന്നില്ല എന്ന് കരുതിയിട്ട് മറ്റ് ജില്ലക്കാർ വിഷമിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഓൾറെഡി ഇത്രയും ജില്ലകളുടെ വന്നതുകൊണ്ട് തന്നെ ഇനി വരും ദിവസങ്ങളിൽ ഇന്നോ നാളെയായിട്ട് തന്നെ എന്തായാലും നിങ്ങൾക്കും ഒരു മെസ്സേജ് വരുന്നതായിരിക്കും. അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടാൻ പറ്റിയിട്ടില്ലെങ്കിലും നിങ്ങൾ അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു എക്സാമിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ PSCയുടെ കുറേ എക്സാമുകൾ ഇനി വരാൻ പോവുകയാണ്. നമ്മുടെ കമ്പനി ബോർഡ് LGS, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്, നമ്മുടെ ബെവ്കോ LD, VFA ഇതുപോലുള്ള ഒരുപാട് എക്സാമുകൾ ഇനി വരാൻ പോവുകയാണ്. PSC നോട്ടിഫിക്കേഷൻ വരും മാസങ്ങളിൽ തന്നെ വിളിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മനസ്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും ഒരു PSC ജോലി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ശുഭാപ്തി വിശ്വാസത്തോടെ കാത്തിരിക്കുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.